ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ ബാംഗ്ലൂർ എന്ന് കുറേ തവണ കേട്ടിട്ടുണ്ടെങ്കിലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാണ്. ഒരുപാട് നാൾ കാത്തിരുന്ന് വന്നുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളും. അപ്പോൾ ഇങ്ങനെയാ വീഡിയോയിലേക്ക് പോവല്ലേ. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. At last we are here in ലാൽബാഗ് ബൊട്ടാനിക്കൽ ഗാർഡൻ ബാംഗ്ലൂർ. ചെന്നെത്തിയത് അഖിലേട്ടന് നല്ലൊരു പണി കിട്ടി. അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുമായിരുന്നു എല്ലാവരുടെയും ഫേസിലും കയ്യിലൊക്കെ. അപ്പോൾ ചേട്ടനും ഒരു രസത്തിന് അതങ്ങ് ചെയ്തു. അപ്പോഴേക്കും അവിടെ കുറേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവരും ചെയ്തു. എന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ ചെയ്യുന്ന കണ്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ ആ ചേട്ടനാണ് എൻ്റെ കയ്യിൽ ചെയ്യാൻ വന്നത്. ഞാനാണ് ഓടി രക്ഷപ്പെട്ടു. ഈ ബൊട്ടാണിക്കൽ ഗാർഡന് ടോട്ടൽ 4 ഗേറ്റാണ് ഉള്ളത്. അപ്പോൾ അതിൽ മെയിൻ ഗേറ്റ് അല്ലെങ്കിൽ മെട്രോ ഗേറ്റ് വഴിയാണ് ഞങ്ങൾ കയറിയത്. കയറി നേരെ തന്നെ നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഒരാൾക്ക് 80 രൂപ വെച്ചായിരുന്നു എൻട്രി ടിക്കറ്റ്. ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് ചോളമൊക്കെ മേടിച്ച് ഞങ്ങൾ എത്തി നമ്മുടെ മെയിൻ എൻട്രൻസ്, അതായത് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മെയിൻ ഹൃദയഭാഗത്ത് നമ്മൾ എത്തി. അവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ ലാൽബാഗ് ലേക്കിലേക്ക് എത്തി. 1760 ഹൈദർ അലിയുടെ കാലത്ത് പണി ആരംഭിച്ച ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ ഇന്ന് 240 ഏക്കറോളമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം നടന്ന് കാണുക എന്ന് പറയുന്നത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. എങ്കിൽ പോലും ഞങ്ങൾ അത്യാവശ്യം കുറേ ഏരിയാസ് കവർ ചെയ്യാൻ ശ്രമിച്ചു. കുറേ നല്ല കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും. ആ ചേച്ചിമാരാണ് ഡാൻസൊക്കെ കളിച്ച് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സ്, ഞങ്ങൾ അവർ ഒരുപാട് നേരം ഇങ്ങനെ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ. അവരിങ്ങനെ ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഈവനിങ്സിൽ ചെറിയ കോൺസേർട്ട് പോലെയൊക്കെ പാട്ടും എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. Somebody is gonna sing a song for us. We came here a little late, but even though I'm trying to cover all the places and I'll be sharing to you. ഞങ്ങൾ പോയപ്പോൾ കുറച്ച് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ വിഷ്വൽസൊക്കെ കുറച്ച് ഡിമ്മാണ്. നേരിട്ട് കാണാൻ എല്ലാം വളരെ മനോഹരമായിരുന്നു കേട്ടോ. പിന്നെ ഫ്ലവർ ഷോയും കൂടെ ആയതുകൊണ്ട് ഒട്ടും പറയേണ്ട. അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ നടന്ന് ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ എത്താറായപ്പോൾ നമ്മുടെ സിസ്റ്റേഴ്സ് നിൽക്കുന്നത് വീണ്ടും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവരുടെ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. ലണ്ടനിലുള്ള ക്രിസ്റ്റൽ പാലസിൻ്റെ ആകൃതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ ഗ്ലാസ് ഹൗസ്. അതിൻ്റെ അകത്ത് കയറിയപ്പോഴോ ഒന്നും പറയാനില്ല. എൻ്റെ പൊന്നോ, ഒരറ്റത്തുനിന്ന് ഇങ്ങനെ തുടങ്ങുകയാണ് ഫുൾ പൂക്കൾ. എത്ര കണ്ടാലും മതിയാവാത്തത്ര നമ്മൾ കാണാത്ത ടൈപ്പിലുള്ള വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. ആൻഡ് ദിസ് ഇയർ അവർ മെയിനായിട്ട് വെച്ചിരിക്കുന്നത് കിട്ടൂർ പാലസിൻ്റെ ഒരു റിപ്ലിക്കേഷനാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയ ഒരു റാണി ചെന്നമ്മയുടെ പേരിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന ഒരു പാലസാണ് കിട്ടൂർ പാലസ്. ആ പാലസിൻ്റെ ആ ഒരു മോഡലായിരുന്നു ഈ ഗ്ലാസ് ഹൗസിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഓരോ കൈൻഡ് ഓഫ് ഫ്ലവേഴ്സ് എല്ലാം വെച്ച് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട്, നമ്മൾ കാണാത്ത അത്ര വെറൈറ്റീസാണ്. ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെയും ഡീറ്റെയിൽസും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവർ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റീഡ് ചെയ്യാനും ഒക്കെ ഉള്ള അതിന് അവസരങ്ങളുണ്ട്. ക്യൂ ആയിട്ടാണ് നമ്മളിതിൽ പോകുന്നത്. ഞങ്ങൾ വന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ടൈമിൽ, അതായത് ഒരു ലോങ് വീക്കെൻഡിൻ്റെ ടൈം ആയിരുന്നുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന സ്റ്റാച്യൂസൊക്കെ അവർ ആ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടിയതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അവരെ വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളിങ്ങനെ ഓരോ പൂക്കളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും വെറൈറ്റീസ്, എത്ര കണ്ടാലും ഭയങ്കരമായിട്ട് നമുക്ക് വെറൈറ്റീസ് ഓഫ് കളേഴ്സ്, ഡിസൈൻസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഈ പൂക്കളൊക്കെ മേടിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ കുറേ കടകളും കാര്യങ്ങളൊക്കെയാണ്. മേടിക്കേണ്ടവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ദെൻ നമ്മൾ അവിടുന്ന് പയ്യെ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേ അതിമനോഹരമായിട്ട് അവർ അവരുടെ ഔട്ടർ ഏരിയാസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്ലംസ് ഒക്കെ കഴിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഔട്ടർ വ്യൂ. ഇതാണ് ആ ഒരു ക്രിസ്റ്റൽ പാലസിൻ്റെ ആകൃതി. ഈ ഒരു ഗ്ലാസ് ഹൗസ് കണ്ടിറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നേരെ ഇരുട്ടിയിട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം ഏരിയാസ് ഒന്നും അങ്ങനെ കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്തെ വളരെ കുറച്ചൊരു പോർഷൻ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ആൻഡ് ഈ ഒരു ഹേർട്ട് പോലത്തെ ഈ ഒരു ഏരിയയുടെ അടുത്ത് വന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ തലേ ദിവസം അതിൻ്റെ പ്രാക്ടീസൊക്കെ അവിടെ നടക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കണ്ട് നമ്മൾ വെളിയിലിറങ്ങി തിരിച്ചു പോകാൻ പോവുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നത് മെട്രോയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ പോകുന്നത് റാപ്പിഡോ ബുക്ക് ചെയ്തു കേട്ടോ. പക്ഷെ ഇവിടുത്തെ ബ്ലോക്ക് അത് നിങ്ങൾ തന്നെ കണ്ടു. ബാംഗ്ലൂർ എത്തിയിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അൺസൈക്കബിളായിട്ട് തോന്നിയത് ഇത്രയും ബ്ലോക്കായിരുന്നു. 4 സൈഡിൽ നിന്ന് അയ്യോ തലവേദന എടുക്കും നമുക്ക്, അത്രയും വണ്ടികളാണ്. അങ്ങനെ ആ ഓട്ടോ ചേട്ടനോട് കുറേ ഹിന്ദിയിലൊക്കെ വഴക്കുണ്ടാക്കി ഞങ്ങളുടെ റൂമിലെത്തി. എത്തിയപ്പോൾ അവരും ഇൻഡിപെൻഡൻസ് ഡേക്ക് മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊച്ചു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.